ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം ഇപ്പോൾ 5ാം പ്ലാറ്റ്ഫോമിന് സമീപം ആമേഴഞ്ചാം തോടിലെ ആ ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ പ്രവേശിച്ചിരിക്കുന്നു. നേരത്തെ ജോയിയെ കാണാതായ ഇടത്ത് അവിടെ നിന്ന് ദുഷ്കരമായ ആ രക്ഷാ ദൗത്യം അത് പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നേരെ എതിർവശത്ത് ഈ ആമേഴഞ്ചാം തോട്ടിൻ്റെ 5ാം പ്ലാറ്റ്ഫോം, നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ പവർ ഹൗസിന് തൊട്ടടുത്തുള്ള ഈ വഴി അങ്ങോട്ട് ടണലിലേക്ക് പൂർണ്ണമായ ഒരു പരിശോധന ടണലിൽ നടത്താനുള്ള തീരുമാനമാണ് ഫയർഫോഴ്സ് എടുത്തത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവർമാർ അവർ ഈ ടണലിലേക്ക് ഇതുവഴി പ്രവേശിക്കുന്നത്. ഇവിടെ മുഴുവൻ മാലിന്യമാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ തൊട്ടടുത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ ഈ ഒഴുക്ക് തന്നെ തടസ്സപ്പെടുന്ന നിലയിലാണ് ആമേഴഞ്ചാം തോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെയാണ് ഈ മലിനജലത്തിലേക്ക് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാവിലെ തുടങ്ങിയ പരിശോധനയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിപ്പിച്ച് ഇന്ന് അതിരാവിലെ വീണ്ടും തുടങ്ങിയ പരിശോധന. ഏതാണ്ട് 8 തവണ, അല്പം മുമ്പ് 8 തവണ ഇവർ ഇതിനകത്ത് ഡൈവിംഗ് നടത്തി, പരിശോധന നടത്തി. അവർക്ക് അനുകൂലമായ ഒരു തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് താൽക്കാലികമായി ഇടവേളയെടുത്തു. വീണ്ടും ഈ ടണലിലേക്ക് പ്രവേശിക്കുകയാണ് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി. ഈ ടണലിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ സ്കൂബ ഡൈവർമാർ പ്രവേശിക്കും. ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവിംഗ് സംഘം അവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അല്പസമയത്തിനകം പ്രവേശിക്കും. ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അവർ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. കാരണം ഈ ജോയിയെ കാണാതായിട്ട് 30 മണിക്കൂർ പിന്നിട്ടു. 2ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജോയിയെ കണ്ടെത്താനുള്ള ഒടുവിലുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് സംഘം 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്ത് ഇനി പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഈ ഭാഗത്തു നിന്നും ഇനി അകത്തേക്ക് ടണലിലേക്ക് പ്രവേശിച്ച് പരിശോധന നടത്തും. ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ആദ്യ ഭാഗത്തു നിന്നുള്ള പരിശോധന പൂർത്തിയായതിന് പിന്നാലെയാണ് ഈ തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് ഫയർഫോഴ്സ് സംഘം സ്കൂബ ഡൈവിംഗ് സംഘം കടക്കുന്നത്. ഋഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. മറുവശത്ത് ജോയിക്കാനുള്ള തിരച്ചിൽ, അതോടൊപ്പം തന്നെ ഈ കഠിന പ്രയത്നം, ഈ NDRF സംഘത്തിൻ്റേതുൾപ്പെടെ സ്കൂബ ടീമിൻ്റേതുൾപ്പെടെ ഈ മലിനമായ വെള്ളത്തിൽ ആ വേസ്റ്റിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പോൾ ഈ സ്കൂബ ടീമിനുൾപ്പെടെ ഏറ്റവും ദുഃഖകരമായ കാഴ്ച നമ്മൾ മേയർ തന്നെ വ്യക്തമാക്കിയതാണ്. റെയിൽവേ എന്നുള്ള ഫീക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നു. ഒപ്പം തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഉൾപ്പെടുന്ന ഒരു തോട്ടിലേക്ക് ഈ സ്കൂബ ടീമിൻ്റെ രക്ഷാപ്രവർത്തകർ അത് ഒരു മനസ്സോടെ ജോയിക്കാനുള്ള തിരച്ചിൽ തുടരുമ്പോഴും ഈ ആരോഗ്യ വിദഗ്ധരുൾപ്പെടെ സ്ഥലത്തുണ്ടോ? ഈ തിരച്ചിൽ നടത്തുന്നവർക്കുള്ള വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നുണ്ടോ? ഈ ആരോഗ്യ വകുപ്പിലെ നേരത്തെ തന്നെ അവർ സജ്ജമായിരുന്നു. ഈ 1ാം പ്ലാറ്റ്ഫോമിൽ കൃത്യമായി അവർ സജ്ജീകരിച്ചിരുന്നു. കൃത്യമായ പ്രതിരോധ മരുന്നുകൾ ഈ ടണലിലൂടെ പരിശോധന നടത്തിയ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കുത്തിവെപ്പും മറ്റ് മരുന്നുകളും അവർക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകളടക്കം കൃത്യമായി നൽകിയിട്ടുണ്ട്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന NDRF കേരള ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് പ്രത്യേക ചികിത്സാ സൗകര്യം അത് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുക്കിയത്. സദേൺ റെയിൽവേയും അങ്ങനെ ഒരു എയ്ഡ് പോസ്റ്റ് അവിടെ മെഡിക്കൽ ടീമിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള സഹായവും പരിശോധനയും എല്ലാം സജ്ജമാണ്. ഒപ്പം തന്നെ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളോടെ തന്നെയാണ് ഈ രക്ഷാദൗത്യം അത് 2ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. 2ാം ദിവസത്തിൽ ഏതാണ്ട് 24 മണിക്കൂർ, അത് 30 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴും ജോയിയെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല. അത് മാത്രമാണ് ഏറ്റവും വിഷമകരമായത്. ഇപ്പോൾ NDRFൻ്റെ ടീമും ഇവിടെ എത്തിച്ചേർന്ന്. നേരത്തെ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഈ പ്രധാന ടണലിൽ അവിടെ പ്രധാന പ്രവേശന കവാടത്തിൽ ഫയർഫോഴ്സിൻ്റെ പരിശോധനയ്ക്ക് പിന്നാലെ തന്നെ NDRF ടീമും ടണലിനകത്തേക്ക് അവരുടെ സ്കൂബ ടീം പ്രവേശിച്ച് പരിശോധന നടത്തിയിരുന്നു. ഏതായാലും റോബോട്ടിക് പരിശോധനയിൽ ചില സൂചന കണ്ടതുകൊണ്ടാണ് ആ ടണലിൽ ഒരേ ഇടത്ത് തന്നെ 3 തവണ തുടർച്ചയായി പരിശോധന നടത്തിയത്. ആ ഡൈവിങ്ങിലൊന്നും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഇടവേളയെടുത്ത് വീണ്ടും ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് അടിയിലേക്ക് ഈ സ്കൂബ സംഘം ഈ ഏറ്റവും മോശമായ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറുന്ന ആമേഴഞ്ചാം തോട്ടിൻ്റെ ഏറ്റവും മോശമായ ഈ വെള്ളത്തിലേക്ക് അവർ പരിശോധനയുമായി കടക്കുന്നത്. ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ്. നഗരത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഒരു അപകടത്തിന് വഴിയൊരുക്കിയതും. കൃത്യമായ ശുചീകരണം നടക്കുന്നില്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതായാലും ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം
ഈ ടണലിലേക്ക് പ്രവേശിക്കുന്നു. അവർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്, കാരണം രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ സംഘമുണ്ട്, അവർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ സ്കൂബ സംഘം അവർ അകത്തേക്ക് പ്രവേശിച്ച് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. കാരണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് താഴെ അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെ ഏതാണ്ട് 2 ഭാഗത്തുകൂടെയുള്ള പരിശോധന നടത്തി. ആ പരിശോധനയിലൊന്നും പ്രത്യേകിച്ച് ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. ഈ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ചില സൂചനകൾ ലഭിച്ചെങ്കിലും അത് പിന്നീട് സ്കൂബ ഡൈവർമാർ അതിനകത്തേക്ക് പ്രവേശിച്ച് നടത്തിയ പരിശോധനയിൽ അങ്ങനെ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ ടണൽ മുഴുവൻ പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഒടുവിൽ ഫയർഫോഴ്സ് എടുത്തത്. അതിൻ്റെ ഭാഗമായാണ് ഇത് 5ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ചുകൂടെ വീതിയേറിയ ഭാഗമാണ്. ഇതുവഴി ടണലിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്കൂബ ഡൈവിംഗ് സംഘം. ഇത് പൂർണ്ണമായും പരിശോധിക്കും. നേരത്തെ 3ാം പ്ലാറ്റ്ഫോമിലാണ് പരിശോധന അവസാനിപ്പിച്ചത്. അവിടം വരെ പരിശോധന ഘട്ടം ഘട്ടമായി നടത്തും. ഈ പരിശോധനയിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് സംഘത്തിനും റവന്യൂ അധികാരികൾക്കുമുള്ളത്. ശരി, റോഷിപാൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഈ 5ാം ടണലിൽ പരിശോധിക്കുമ്പോൾ അല്പം ആശ്വാസകരമാകുന്നത് ടണലിൽ അല്പം വീതിയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സ്കൂബ സംഘത്തിന് പ്രതിസന്ധിയായത് ഇടുങ്ങിയ വഴിയും ഒപ്പം